എൻ്റെ മുമ്പിലിരിക്കുന്ന പാർട്ടിയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, പാർട്ടി ഇന്ന് കേരളത്തിലാകമാനം അല്ല ഇന്ത്യയിലാകമാനം ഫാഷിസ്റ്റ് വിരുദ്ധ ദിനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഗമത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നേരത്തെ നമ്മുടെ രാജ്യത്തെ പല മതേതര രാഷ്ട്രീയ പാർട്ടികളും ഡിസംബർ 6-ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ 92-ന് ശേഷം സംഘടിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഫാസിസ്റ്റുകൾ അധികാരം വാഴുന്ന ഈ ഘട്ടകാലത്ത് ബാബരി മസ്ജിദ് ധ്വംസനത്തിനെതിരെ, രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശ ധ്വംസനങ്ങൾക്കെതിരെ, ഭരണഘടനയെ പ്രത്യക്ഷത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ഒരു പ്രതിഷേധം പോലും ഉയരുന്നില്ല എന്നുള്ളതാണ് സമകാലിക രാഷ്ട്രീയ സാഹചര്യം. ഈ ഘട്ടത്തിലാണ് പാർട്ടി ഡിസംബർ 6 ഫാഷിസ്റ്റ് വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ പറഞ്ഞതുപോലെ, രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം 2 ഭീകരാക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. അതൊന്ന്, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ്, നമ്മുടെ സ്നേഹഭാജനമായ നമ്മുടെ ബാപ്പുജി മഹാത്മാഗാന്ധിയെ നിഷ്കരുണം വെടിവെച്ച് കൊന്നതാണ്. രണ്ടാമത്, ഇന്ത്യയിലെ മറ്റൊരു വലിയ ഭീകരാക്രമണമാണ് 92 ഡിസംബർ 6-ാം തീയതി അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ ധ്വംസനം. ഈ 2 ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ചത് RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാരമായിരുന്നു എന്നുള്ളത് രാജ്യത്തെ അല്ല, ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഈ സംഭവങ്ങൾ രണ്ടും നമ്മുടെ രാജ്യത്തോടുള്ള വെല്ലുവിളിയായിരുന്നു എന്നുള്ളതും നമ്മുടെ രാജ്യത്തെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മുഴുവനും അംഗീകരിച്ചതാണെങ്കിലും, ഇന്ന് അതിലൊന്ന് ബാബരി മസ്ജിദിന്റെ ധ്വംസനം എന്ന ഭീകരാക്രമണത്തെ നിയമത്തിന്റെ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ആ വിധിയില് നമുക്കറിയാം, 2019 നവംബർ 9-ാം തീയതി നമ്മുടെ പരമോന്നത നീതിപീഠം ഒരു വിധി പ്രസ്താവം നടത്തുമ്പോൾ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ നീതിയുടെ ചരിത്രത്തില് വളരെ വ്യത്യസ്തമായ, ലോകം തന്നെ അത്ഭുതപ്പെട്ടു പോയ ഒരു വിധിയായിരുന്നു അന്ന് 5 അംഗ സുപ്രീം കോടതി ജഡ്ജിമാർ നടത്തിയത്. ബാബരി മസ്ജിദ് ആക്രമിക്കപ്പെട്ടതും അത് തകർത്തതും നിയമവിരുദ്ധമാണെന്നും രാജ്യദ്രോഹ പ്രവർത്തനമാണെന്നടക്കം പറയുന്ന തരത്തിലേക്ക് ആ വിധി പ്രസ്താവം മുന്നോട്ട് നീങ്ങിയതിനു ശേഷം, ബാബരി മസ്ജിദ് നിന്നിടത്ത് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം, ബാബരി മസ്ജിദ് നിലനിന്ന ഭൂമി അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നതില് യാതൊരു തരത്തിലുള്ള തർക്കത്തിനും സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം, തികച്ചും വ്യത്യസ്തമായ, അനീതിയിൽ അധിഷ്ഠിതമായ ഒരു വിധി, അന്യായമായ ഒരു വിധിയാണ് പിന്നീട് സുപ്രീം കോടതി നടത്തിയത് എന്ന് മാത്രമല്ല, ഈ അടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞത്, അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ദൈവത്തിന്റെ വെളിപാടുണ്ടായി എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളാകമാനം അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയെ സ്വീകരിച്ചത് എന്നുള്ളതാണ്. ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്. രാജ്യത്തെ പ്രത്യേക മത
പരിഗണനകളൊന്നുമില്ലാതെ രാജ്യത്തെ ജനങ്ങൾ പ്രത്യക്ഷ താല്പര്യങ്ങളൊന്നുമില്ലാതെ നീതിക്കൊപ്പം നിൽക്കുന്ന രാജ്യത്തെ ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന കേട്ടത്. അവരാലോചിക്കുകയായിരുന്നു, തികച്ചും അനീതിയാണ് നടന്നത് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി അത് വിധിയിൽ എഴുതി വെച്ച ആ ഒരു സംഭവത്തില് അവിടെ അനീതിയുടെ പുറത്തൊരാരാധനാലയം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏത് ദൈവമാണ് വെളിപാട് നടത്തിയത് എന്ന് അത്ഭുതത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയെ കേട്ടത്. അനീതിയിൽ അധിഷ്ഠിതമായ, അനീതിക്ക് മുകളിൽ ഒരു ആരാധനാലയം പഠിക്കപ്പെടാൻ പാടില്ല എന്നാണ് ലോകത്തിലെ മുഴുവൻ മതങ്ങളും പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സുപ്രീം കോടതി പറഞ്ഞതുപോലെ ബാബരി മസ്ജിദ് നിലനിന്നിരുന്നൊരു സ്ഥലത്ത് മറ്റേതെങ്കിലും ക്ഷേത്രമോ ആരാധനാലയങ്ങളോ ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ നമുക്ക് മറുവശത്ത് നമുക്ക് പറയാൻ കഴിയുന്ന, ലോകത്തിനറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവിടെ ഏകദേശം 500 വർഷക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരാധന നടത്തിയ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി തകർത്തിട്ടാണ് ഇന്ന് ഹിന്ദുത്വ ശക്തികൾ RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാരം അവിടെ ഒരു ശ്രീരാമന്റെ പേരിൽ ഒരു ആരാധനാലയം പടുത്തുയർത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതാർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ്. നേരെ മറിച്ച് അവിടെ ഈ സംഘപരിവാരം നമ്മുടെ രാജ്യത്ത് അധികാരത്തിലേക്ക് രഥമുരുട്ടുന്നതിന് വേണ്ടി, അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രീരാമന്റെ പേരിൽ രാജ്യത്താകമാനം രക്തരൂക്ഷിതമായ കലാപങ്ങൾ നടത്തി രഥമുരുട്ടി ബാബരി മസ്ജിദ് തകർത്ത് കളഞ്ഞതാണ് എന്നുള്ളത് ഒരു കൃത്യമായ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ദുർഗതി നമ്മുടെ രാജ്യത്തെ മറ്റൊരു ആരാധനാലയത്തിനും സംഭവിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ആലോചിച്ച് ചർച്ച ചെയ്തിട്ടാണ് 1991 ഒരു ആരാധനാലയ സംരക്ഷണ നിയമം നമ്മുടെ പാർലമെന്റ് പാസാക്കിയത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്, അതിനുശേഷം ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇനി ഒരു ആരാധനാലയത്തിനും ഈ ഒരു ഗതി വരാൻ പാടില്ല. അന്ന് 91 അത് ചർച്ച ചെയ്യുമ്പോൾ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ 1949 ഡിസംബർ 22 മുതൽ ഇങ്ങോട്ട് തുടർന്ന് വന്ന രാജ്യത്ത് വിഭജനവും വിഭാഗീയതയും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു ആരാധനാലയത്തെ സംഘപരിവാര ഫാഷിസ്റ്റ് ശക്തികള് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോ അത്തരത്തിലൊരു സംഭവം ഇനി രാജ്യത്തുണ്ടാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആ നിയമത്തിന്റെ ലക്ഷ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാബരിനെ നൂറ്റാണ്ടിലെ ഒരു വിവാദത്തിന് അന്ത്യം കുറിക്കുന്നു എന്ന തരത്തിലാണ് അന്ന് ആ വിധി പ്രസ്താവം നടത്തിയപ്പോ നമ്മുടെ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിനെ ഇരുകൈയും നീട്ടി കൈയടിച്ചുകൊണ്ട് സ്വീകരിച്ചത് എങ്കില് അന്ന് മുതല് രാജ്യത്തെ ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, സമുദായ നേതൃത്വം പറയുന്നുണ്ടായിരുന്നു, കേവലമായ ഒരു ബാബരി മസ്ജിദ് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് മാത്രം ഇന്ത്യയിലെ ഈ വിഭാഗീയതക്ക്, രാജ്യത്ത് കലാപം തീർക്കാനുള്ള സംഘപരിവാരത്തിന്റെ കുൽസിക ശ്രമങ്ങൾക്ക് അറുതി വരുത്താൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ചെവി കൊടുക്കാൻ, അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ബാബരി മസ്ജിദിന്റെ പേരിൽ നടന്ന കലാപങ്ങളും അതിന്റെ വിവാദങ്ങളും ഒക്കെ തന്നെയും ചൂടുപിടിച്ചതും അതിവിടെ സജീവമായി നിലനിന്നതും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ്, ആ ഒരു ഘട്ടത്തിലാണ് ബാബരി മസ്ജിദിന്റെ പേരിൽ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികൾക്കിടയിലും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലും വിഭാഗീയതയും ഭിന്നതയും സൃഷ്ടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്താനുള്ള വൈദേശിക ശക്തികളുടെ, ബ്രിട്ടീഷുകാരുടെ കുൽസിത ശ്രമത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ അന്ന് ആ നീക്കത്തെ കുറിച്ച് മുന്നോട്ട് പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1885 ബ്രിട്ടീഷ് ഭക്തനായ രഘുബീർ ദാസ് എന്ന് പറയുന്ന പൂജാരി ഭജനത്തറയിൽ, ബാബരി മസ്ജിദിന്റെ അടുത്തുണ്ടായിരുന്ന, അതിന് മുമ്പിലുണ്ടായിരുന്ന ഭജനത്തറയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫൈസാബാദ് സബ് കോടതിയെ സമീപിച്ചപ്പോ അന്ന് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അന്ന് ആ വിഷയം കൈകാര്യം ചെയ്ത ജഡ്ജി പറഞ്ഞത്, പള്ളിക്ക് മുമ്പിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് തടസ്സമായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആ സബ് കോടതിയുടെ ജഡ്ജി അത് തള്ളിക്കളയുകയായിരുന്നു.
പിന്നീട് അങ്ങോട്ടും അവിടെ അതിന്റെ പേരിൽ ബാബരി മസ്ജിദ് നിലനിൽക്കുന്നിടത്ത് ഒരു പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് അവിടെ വിഭാഗീയത ഉണ്ടാക്കാനും കലുഷിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനും അന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റു നാനാജാതി മതവിഭാഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരന്നപ്പോ ഈ ഒരു ഐക്യത്തോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാരാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എങ്കിൽ 1949 മുതൽ ഇങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 അതുവരെ ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ അവിടെ 1949 ഡിസംബർ 22 ഇശാ നമസ്കാരത്തിന്റെ സമയം വരെ ഇന്ത്യയിലെ ബാബരി മസ്ജിദിന്റെ പേരിൽ പ്രശ്നകലുഷിതമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അന്നുണ്ടായിരുന്ന RSSന്റെ കുബുദ്ധികളായിട്ടുള്ള ആളുകള് അതിന് കേരളത്തിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ KK നായർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തില് ബാബരി മസ്ജിദിന്റെ ഉള്ളിലേക്ക് ശ്രീരാമ വിഗ്രഹം കൊണ്ടുപോയി വെച്ചുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പ്രശ്നങ്ങൾ തീർക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ബാബരി മസ്ജിദിന്റെ വിഷയം കൊണ്ടുവന്നുകൊണ്ട് അത് പ്രശ്നകലുഷിതമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിച്ചുകൊണ്ട് സംഘപരിവാരത്തിന് ഇന്ത്യയിൽ അധികാരത്തിലേക്ക് എത്താനുള്ള കുറുക്ക് വഴി എന്നോണം ഉപയോഗപ്പെടുത്തപ്പെട്ടപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കാൻ രാജ്യത്തെ മതേതര പാർട്ടികളും ഭരണാധികാരികളും തയ്യാറായില്ല എന്നുള്ളതാണ്. അന്ന് ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന് വളരെ കൃത്യമായി പറയുകയുണ്ടായി, ആ വിഗ്രഹം എടുത്തിട്ട് സരയൂ നദിയിൽ ഒഴുക്കിക്കളയാൻ പറഞ്ഞപ്പോ അതിന് കൂട്ടാക്കാതിരുന്ന കേരളീയനായ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തലകുനുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അന്നത്തെ അവിടെ കലക്ടറായിരുന്ന ഫൈസാബാദിന്റെ കലക്ടറായിരുന്ന KK നായർ അതവിടുന്ന് എടുത്തു മാറ്റാൻ തയ്യാറാവാതെ വന്നപ്പോ ഇത് രാജ്യത്തെ പ്രദേശത്തെ മുസ്ലിങ്ങൾക്കും ഹൈന്ദവ വിശ്വാസികൾക്കും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോ അന്ന് നെഹ്റു അടച്ചിടാൻ ഉത്തരവിടുകയായിരുന്നു ആ പള്ളി. തുടർന്ന് ഇങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 1980 വരെ ഇത്തരത്തിലുള്ള കുൽസിതമായ മുഴുവൻ ശ്രമങ്ങൾ നടത്തിയിട്ടും നമ്മുടെ പാർലമെന്റിന്റെ അകത്തേക്ക് BJPയുടെ സംഘപരിവാരത്തിന്റെ ജനസംഘത്തിന്റെ ഒരൊറ്റ MP-യെ പോലും ജയിപ്പിച്ചയക്കാൻ കഴിയുന്നില്ല എന്ന് വന്നപ്പോ 1980-കൾക്കിപ്പുറം പിന്നീട് അങ്ങോട്ട് രാമജന്മഭൂമി മൂവ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂവ്മെന്റ് സംഘടിപ്പിക്കുകയും അങ്ങനെ രാജ്യത്താകമാനം കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രഥമുരുട്ടിക്കൊണ്ട് ഇന്ത്യയുടെ വിവിധ നമ്മുടെ കേരളത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിന്നെ പിണറായി സർക്കാരിന്റെ ആഭ്യന്തര ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുന്ന രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന അന്നത്തെ DGPയുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പറയുകയുണ്ടായി, ഇന്ന് ബിജെപിയുടെ ചവറ്റുകൊട്ടയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്ന LK അഡ്വാനി എന്ന് പറയുന്ന അന്നത്തെ BJPയുടെ തീപ്പൊരി നേതാവ് നടത്തിയ ആ രഥയാത്ര രാജ്യത്താകമാനം മുസ്ലിങ്ങളുടെ രക്തത്തിലൂടെ അതിന്റെ രഥമുരുട്ടിക്കൊണ്ട് കേരളത്തിന്റെ പാലക്കാട് തെരുവിലെത്തിയപ്പോ ഇന്ന് പിണറായി സർക്കാരിന്റെ ആഭ്യന്തര ഉപദേഷ്ടാവായിട്ട് വിരാജിച്ചു കൊണ്ടിരിക്കുന്ന രമൺ ശ്രീവാസ്തവ് പറഞ്ഞു നമ്മൾ കേൾക്കുകയുണ്ടായി, ഐ വാണ്ട് ബാസ്റ്റർഡ് മുസ്ലിംസ് ഡെഡ് ബോഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്വാനം ചെയ്യുകയും സിറാജുന്നിസ എന്ന് പറയുന്ന ഒരു പിഞ്ചു പെൺകുട്ടി അവളുടെ വീടിന്റെ മുറ്റത്ത് മണ്ണപ്പം ചുട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ രാമജന്മഭൂമിയുടെ പേരില് അത്തരത്തിലുള്ള ഒരു രാമജന്മഭൂമി മൂവ്മെന്റ് നടത്തിക്കൊണ്ട് രാജ്യത്താകമാനം ചോരച്ചാലുകൾ തീർത്തുകൊണ്ട് BJP മുന്നോട്ട് പോയപ്പോ വളരെ കൃത്യമായിട്ട് ഈ രാമജന്മഭൂമി മൂവ്മെന്റ് അവരുടെ അധികാരത്തിലേക്കുള്ള വഴി തെളിയിക്കുന്നതിനുള്ള കൃത്യമായ പദ്ധതിയായിരുന്നിട്ട് പോലും അതിനെ നേരിടുന്നതിനും തുടക്കത്തിൽ തന്നെ അത് അവസാനിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതിന് പകരം മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മതേതര പാർട്ടികളൊക്കെ തന്നെയും മുന്നോട്ട് പോയതിന്റെ ദുരന്ത പര്യവസാനമാണ് 2014 BJP അധികാരത്തിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഈ ബാബരി മസ്ജിദിന്റെ വിഷയം BJPയുടെ അധികാരത്തിലേക്കുള്ള വരവിന് വേണ്ടി മാത്രം അവർ ഉപയോഗപ്പെടുത്തിയപ്പോ അത് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് നമ്മുടെ രാജ്യത്തെ മതേതര പാർട്ടികളുടെ ചരിത്രം എന്നുള്ളതാണ്. സംഘപരിവാരം എക്കാലത്തും എവിടെയൊക്കെ സൗഹാർദ്ദത്തിന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ആരുടെ പേര് പറഞ്ഞുകൊണ്ടാണോ രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ, ആരെ തീവ്രവാദിയും ഭീകരവാദിയുമായി ചിത്രീകരിച്ചുകൊണ്ടാണോ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് ഇവർ രഥമുരുട്ടിയത്, അതേ ബാബർ അദ്ദേഹത്തിന്റെ മകനോട് നടത്തിയ ഒരു ഉപദേശമുണ്ട് ചരിത്രത്തില്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 1930 പ്രസിദ്ധീകരിച്ച ആ ഒരു പുസ്തകത്തില് അത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. മാനന്തവാടിയിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യയുടെ മഹത്തായ അടിസ്ഥാന തത്വത്തിൽ വിശ്വസിക്കുന്ന മാനന്തവാടിയിലെ ജനങ്ങൾ അതൊന്ന് കേൾക്കണം. അദ്ദേഹം പറഞ്ഞത്, മകനെ, വിവിധ മതത്തിൽപ്പെട്ട ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. മതപരമായ പക്ഷപാതിത്വം നിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്. എല്ലാ ജനവിഭാഗങ്ങൾക്കും മതവിഭാഗങ്ങളെയും ആചാരങ്ങളെയും സശ്രദ്ധം മാനിക്കണം. ആരുടെയും ആരാധനാലയങ്ങളെ നശിപ്പിക്കരുത്. എപ്പോഴും നീതിയെ ആദരിക്കുകയും സ്നേഹിക്കുകയും വേണം. ഇസ്ലാം പ്രചാരണത്തിന് മറ്റായുധങ്ങളെക്കാൾ നല്ലത് സ്നേഹമാണെന്ന് ഓർക്കണം. നിന്റെ പ്രജകളുടെ വൈവിധ്യത്തെ ഋതുഭേദങ്ങളെപ്പോലെ കാണുക എന്ന് പഠിപ്പിച്ച ഒരു ഭരണാധികാരി ഒരു ക്ഷേത്രം തകർത്തുകൊണ്ടാണ് ബാബരി മസ്ജിദ് പണിതത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതിൽ നിന്നാണ് അത്തരത്തിലുള്ള വ്യത്യസ്തമായ ആരാധനാലയങ്ങൾക്കെതിരെ ഇപ്പോ ഇത്തരം പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അധികാരം അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് സംഘ് പരിവാരം BJPയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാബർ പറഞ്ഞത് നമ്മൾ കേട്ടു. സ്വന്തം മകനോട് ബാബർ പറഞ്ഞത് മറ്റു മുഴുവൻ ജനവിഭാഗങ്ങളെയും അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളെയും ആരാധനാലയങ്ങളെയും മാനിക്കണമെന്ന് മാത്രമല്ല, അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. വിഭാഗീയതയ്ക്കുള്ള ഒരു വിത്തുവാകാൻ നിന്റെ മനസ്സിൽ പോലും ഒരിടം നീ നൽകരുത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് സ്വന്തം മകൻ ഉപദേശം നൽകിയ ഒരു ഭരണാധികാരി ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് ആരാധനാലയം പണിതത് എന്ന് പറയുന്നതില് അതിലെ വസ്തുത എത്രമാത്രം ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ രാജ്യത്തിലെ വിവിധ ഭരണാധികാരികളുടെ പേരിൽ ചരിത്രത്തിൽ നീതിയുക്തമായ ഭരണം നടത്തിപ്പോയ വിവിധ ഭരണാധികാരികളെ വിഷലിപ്തമായ രൂപത്തിൽ ചരിത്രം പറഞ്ഞുകൊണ്ട് ആധുനിക കാലത്ത് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ താളുകളിലേക്ക് നമ്മളൊന്ന് മറിച്ചു നോക്കേണ്ടതുണ്ട്. സംഘ് പരിവാരം പറയുന്നത് എന്താ പറയാ, തൊടാതെ വിഴുങ്ങുന്നതിന് പകരം ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് സംഘ് പരിവാരത്തിന്റെ RSSന്റെ അജണ്ട എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരാൾ നമുക്കറിയാം, ഇപ്പൊ പോലും സാമ്പാലിലെ ഷാഫി ജമാ മസ്ജിദിന് നേരെയുള്ള ആരോപണം പോലും അത് ഹരിഹര ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരേന്ത്യയിലെ ജനങ്ങളെ കാലങ്ങളായിട്ട് പിൻപറ്റുന്ന ഇസ്ലാം മതത്തിലെ ഫിഖ് എന്ന് പറയുന്നത് ഹനഫി ഫിഖ് ആണ്. ഹനഫി ഫിഖിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു മുസ്ലിം ആരാധനാലയത്തിന് വേണ്ടി ഭൂമി കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് യാതൊരു തരത്തിൽ മുഴുവനായിട്ടും അവകാശമുള്ള ഭൂമിയായിരിക്കണം ഒരാൾക്ക് വഖഫ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് അനുവദിക്കപ്പെടുകയുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് മതശാസനയുള്ള അനുസരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഉത്തരേന്ത്യയിൽ ജീവിക്കുന്നത് എങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ക്ഷേത്രം തകർത്തുകൊണ്ടാണ് ഒരു പള്ളി പണിതത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നമ്മൾ ആലോചിക്കണം. ആരാണ് പറയുന്നത്? ചരിത്രത്തെ തിരുത്തിക്കൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമുള്ള വായന നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘ് പരിവാരമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനവർ ഉപയോഗപ്പെടുത്തുന്ന ഭരണാധികാരികൾ ചിലരെയെങ്കിലും നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്ന് ശിവജിയെയാണ്. മഹാരാഷ്ട്രയിലെ ഭരണാധികാരിയായിരുന്ന ശിവജിയെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിലേക്കൊന്ന് പിറകോട്ട് പോയാല് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തെ ചക്രവർത്തിയായി വാഴിക്കുന്നതില് അന്ന് ഹോമവും പൂജയും നടത്തി അതിനെതിർത്തിരുന്നവരായിരുന്നു അന്നത്തെ സവർണന്മാര്, ബ്രാഹ്മണര്. അദ്ദേഹത്തെ അവർ കണ്ടിരുന്നത് ഒരു താഴ്ന്ന ജാതിക്കാരനായിട്ട് മാത്രം പരിഗണിച്ച് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ച അതേ ആളുകളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഇടയിൽ വിഭാഗീയതയും വർഗീയതയും വിഭജനവും നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവജിയുടെ ഗുരുക്കന്മാരിൽ പോലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. യാക്കൂബ് ബാബ എന്ന് പറയുന്ന അന്നത്തെ ഒരു പണ്ഡിതൻ ഈ ശിവജിയുടെ ഗുരുവായിരുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്,
മുഗൾ ചരിത്രകാരനായ ഖാഫി ഖാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവായിരുന്നു മസ്ജിദുകള്, ഖുർആൻ, സ്ത്രീകൾ എന്നിവരെ നിങ്ങൾ അവഹേളിക്കരുത് എന്ന് വളരെ കൃത്യമായി തന്റെ പ്രജകളോട് കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട ഭരണാധികാരിയായിരുന്നു ശിവജി എന്ന് പറയുന്നത്. ആ ശിവജിയെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം എന്ന് വരുത്തി തീർക്കാൻ സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിലെ ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും ഇടയിലെ വിഭാഗീയതയും കലാപങ്ങളും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങള് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ചരിത്രത്തിലെ സംഘപരിവാരം ഉപയോഗപ്പെടുത്തി പരാമർശിക്കുന്ന മറ്റൊരു പേരാണ് ഔറംഗസീബിന്റേത്. ഔറംഗസീബിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് അദ്ദേഹത്തെ മതഭ്രാന്തനായി ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം അല്ലാത്ത മറ്റിതര മതവിഭാഗങ്ങളെ മുഴുവനും അടിച്ചമർത്തിയ ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഈ സംഘപരിവാരത്തിന്റെ വാദത്തിന് ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചു പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അഹമ്മദാബാദിലെ ജഗന്നാഥ ക്ഷേത്രത്തിന് 200 ഗ്രാമങ്ങൾ പതിച്ചു കൊടുത്ത ദാനമായി നൽകിയ ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മധുരയിലെയും ബനാറസിലെയും ക്ഷേത്രങ്ങൾക്ക് നിർലോഭമായ ധനസഹായം ചെയ്ത ഭരണാധികാരിയായിരുന്നു. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ മൻസബുമാരിലെ 21.6% സവർണന്മാരെ നിയമിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് പോലെ മത തീവ്രവാദിയായിരുന്നോ, മതഭ്രാന്തനായിരുന്നോ ഔറംഗസീബ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഇങ്ങനെ ഭരണാധികാരികളെയും ചരിത്ര സംഭവങ്ങളെയും വളച്ചൊടിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി സവർണ താല്പര്യങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തെ മതേതര പാർട്ടികൾ ഒന്നടങ്കം പരാജയപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അവരുടെ പ്രചരണങ്ങൾക്ക് അനുസൃതമായിട്ട് നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്തതിന്റെ ദുരന്ത ഫലമാണ് ഇന്ത്യയിലെ മതേതര ജനവിഭാഗം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതേപോലെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പേരാണ് ടിപ്പു സുൽത്താന്റേത്. ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 1791 ശൃംഗേരിയിൽ തകർന്നുപോയ ശാരദാ ക്ഷേത്രം പുനർനിർമ്മിച്ച ഭരണാധികാരിയായിരുന്നു. അതൊരു ഭരണാധികാരിയുടെ ബാധ്യതയാണ് തന്റെ ഭരണത്തിന് കീഴിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അവരുടെ ആദർശത്തിനും അവകാശത്തിനും ആരാധന രീതികൾക്കും അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയുടെ താല്പര്യമാണ്, അതവരുടെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞു പോയിട്ടുള്ളത് എങ്കിൽ ഇപ്പൊ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാനവികമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന മതേതരത്വത്തിന്റെ ഈറ്റില്ലം എന്ന് പറയപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും മതേതര പാർട്ടികളുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ സമീപനം പോലും അത്ര മതേതരമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ടിപ്പു സുൽത്താൻ ശാരദാ ക്ഷേത്രം പുനർനിർമ്മിച്ചത് മാത്രമല്ല, ശൃംഗേരി മഠത്തിന് നിർലോഭമായ ധനസഹായം ചെയ്ത ഭരണാധികാരി കൂടിയായിരുന്നു ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താനെ കുറിച്ചാണ് മത തീവ്രവാദിയാണ്, മതഭ്രാന്തനാണ്, മതഭീകരവാദിയാണ്, ഹൈന്ദവരെ കൂട്ടക്കൊല ചെയ്തയാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാരം RSSന്റെ BJPയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാരം രാജ്യത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാനന്തവാടിയിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുമാത്രമല്ല ഇങ്ങനെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുന്ന മുഴുവൻ മേഖലകളിലും ഇത്തരത്തിലുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അതിന് ബ്രിട്ടീഷുകാരുടെ ചാണിന് ചാണായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നിലപാടാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സമകാലിക സംഭവങ്ങൾ ഓരോന്നും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾക്കിടയില് വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയില് സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുന്ന ഏതെങ്കിലും പ്രദേശങ്ങളുണ്ട് എങ്കിൽ, ഏതെങ്കിലും മേഖലകളുണ്ട് എങ്കിൽ, ഏതെങ്കിലും ആരാധനാലയങ്ങൾ ഉണ്ട് എങ്കിൽ അതിന്റെ മേലെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ജനവിഭാഗങ്ങൾക്കിടയില് കൃത്യമായ ശത്രുത ഉണ്ടാക്കിയെടുക്കുന്ന, വിഭാഗീയത ഉണ്ടാക്കിയെടുക്കുന്ന, പരസ്പരം കലഹിക്കുന്ന തരത്തിലേക്ക് ആ പ്രദേശത്തെ ജനങ്ങളെ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ഇപ്പോ നമ്മുടെ രാജ്യത്ത് കുറെ കാലങ്ങളായിട്ട് സംഘപരിവാരം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.
ഇപ്പൊ നമ്മള് ഈ വഖഫിന്റെ പേരില് വാവർ സ്വാമിയുടെ പള്ളിയെ കുറിച്ച് കേരളത്തിലെ BJP നേതൃത്വം പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വഖഫിന്റെ പേരില്, ഇവിടെ എന്തോ ഒരു വഖഫ് സംരക്ഷണത്തിന്റെ പേരില്, അല്ലെങ്കിൽ വഖഫ് കയ്യേറ്റത്തിന്റെ പേരില് ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ എന്തോ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അവരെ ഒരു നീതി നിഷേധത്തിനെതിരെയുള്ള ശബ്ദമായിട്ടാണ് സുരേന്ദ്രൻ പറയുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളാണ് വിഡ്ഢികളെ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം അയ്യപ്പ സ്വാമി എന്ന് ശബരിമലയിൽ പോകുമ്പോ മുഴുവൻ അയ്യപ്പന്മാരും അവിടെ വാവരുടെ ആ പള്ളിയിൽ കാണിക്കകൾ വെച്ചുകൊണ്ടാണ് അതിനൊരു പ്രത്യേക ഇത് രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം ശബരിമലയില് നിലനിൽക്കുമ്പോൾ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്ന് കേരളത്തില് സൗഹൃദത്തിന്റെ ഒരു കണിക പോലും ഇതര ജനവിഭാഗങ്ങൾ തമ്മിൽ സൗഹൃദം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം എവിടെ നിലനിൽക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാം, എങ്ങനെ വിഷലിപ്തമാക്കിക്കൊണ്ട് കേരളത്തില് അധികാരത്തിലേക്ക് വരാം എന്നതിന്റെ ആ ഒരു ആലോചനയിൽ നിന്നാണ് വഖഫിന്റെ വിഷയം വരുമ്പോ വാവര് പള്ളിയുടെ പേരുദ്ധരിച്ചുകൊണ്ട് സംഘപരിവാരം നടത്തുന്നത് നമ്മൾ തിരിച്ചറിയണം. അജ്മീർ ദർഗയ്ക്ക് നേരെ അവകാശവാദം ഉന്നയിക്കുമ്പോ അവിടെയും നമ്മൾ കാണേണ്ടത് അവിടേക്ക് അജ്മീർ ദർഗയിൽ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ആ കബറിടത്തിലേക്ക് അജ്മീർ ദർഗയിലേക്ക് വരുന്നത് കേവലം മുസ്ലിം ജനവിഭാഗം മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. അവിടെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സൗഹൃദാന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക്, തങ്ങളുടെ വിഷലിപ്തമായ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് അതെങ്ങാനും തടസ്സമായാലോ എന്നൊരൊറ്റ ആലോചനയിൽ നിന്നാണ് ആ ദർഗക്ക് മേലെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവിടെ വിഭാഗീയതക്കുള്ള ശ്രമങ്ങൾ സംഘപരിവാരം ആരംഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മണ്ണൊരുക്കുന്നതിന്, അതിന് സമാനമായിട്ടുള്ള സാഹചര്യം തീർത്തു കൊടുക്കുന്നതിന് നമ്മൾ ഈ അടുത്ത് റിട്ടയർഡായി പോയ ചീഫ് ജസ്റ്റിസ് വഴിയൊരുക്കി കൊടുത്തോ എന്ന് പോലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം 1991 ആരാധനാലയ നിയമം എന്ന് പറയുന്നത് രാജ്യത്തെ ആരാധനാലയങ്ങളുടെ സ്വഭാവം അത് 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നോ അത് തന്നെയായി നിലനിർത്തണമെന്നാണ് ആ നിയമത്തിൽ പറയുന്നത് എങ്കിൽ ആ നിയമം രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം ഇന്ത്യയിൽ ഒരു ആരാധനാലയത്തിന് നേരെയും കയ്യേറ്റം നടത്താൻ, അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല എന്നിരിക്കെ അവിടെയാണ് ഈ ഗ്യാൻവാപ്പി മസ്ജിദില് സർവേ നടത്താനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ജസ്റ്റിസ് നടത്തിയ വിധി പ്രസ്താവയുടെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത് കുപ്പിയിലടച്ച ഭൂതത്തെ തുറന്നു വിടുന്നതിന് സമാനമായിട്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് ചന്ദ്രചൂഡ് നടത്തിയത് എന്ന് അതിനുശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ വിധി പിൻപറ്റിക്കൊണ്ട് നമുക്കറിയാം അവിടെ ഗ്യാൻവാപ്പി പള്ളിയില് സർവേ നടത്തുക മാത്രമല്ല ആ പള്ളിക്കടിയില് വിഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് അത് അവിടെ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു ഭാഗത്ത് ഹൈന്ദവ ആചാരം അനുസരിച്ച് പൂജ നടത്താനുള്ള വിധി പോലും കോടതി ഉടനെ തന്നെ അനുവദിച്ചു കൊടുക്കുമ്പോ ബാബരി മസ്ജിദിന് സംഭവിച്ചത് തന്നെ ഗ്യാൻവാപ്പിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങോട്ട് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്തെ വ്യത്യസ്തമായ പള്ളികൾക്ക് മേലെ ഈ സംഘപരിവാരത്തിന് അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ് ആ വിധിയിലൂടെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്. 1119 കുത്തുബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച പണിത നേരത്തെ ഞാൻ പറഞ്ഞ അജ്മീറിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് തന്നെ അഠായി ദിൻക ജോപ്പട മസ്ജിദ് എന്നാണ്. എന്ന് പറഞ്ഞാല് അവിടെ വർഷത്തില് 2.5 ദിവസം അവിടെ നടക്കുന്ന ഒരാഘോഷത്തിന്റെ പേരില് അതിന്റെ പേര് 2.5 അതാണ് ആ പള്ളിയുടെ പേര് സൂചിപ്പിക്കുന്നത്. അത് ആ പള്ളി കുത്തുബുദ്ദീൻ ഐബക്ക് പണിതതാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആ പള്ളിക്ക് നേരെയും ഇതൊരു ക്ഷേത്രത്തിന്റെ മുകളിലാണ് ആ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇപ്പോ സംബാൽ പള്ളിയില് ഉത്തർപ്രദേശിലെ സംബാൽ ഷാഹി മസ്ജിദിന് നേരെ ഉണ്ടായ ഒരു ഉത്തരവ്, അത് നമ്മുടെ രാജ്യത്തെ മതേതര പാർട്ടികളൊന്നും ഇതുവരെ ആ വിഷയത്തിൽ കമാന്നൊരു അക്ഷരം ഉരിയാടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല.
എന്താ സംഭവിച്ചത്? ഒരാൾ അവിടെ പറയുന്നു, അവിടെ ഒരു ക്ഷേത്രത്തിന്റെ മുകളിലാണ്, ഒരു ക്ഷേത്രത്തിന്റെ ഭൂമി പിടിച്ചെടുത്തിട്ടാണ് അവിടെ ആ പള്ളി ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോ 1526 ബാബർ തന്നെ പണി കഴിപ്പിച്ച മറ്റൊരു പള്ളിയാണത്. അവിടെ കേവലമായ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ രാവിലെ കോടതിയിൽ ഹർജി എത്തുന്നു, ഉച്ചക്ക് വിധി വരുന്നു, അവിടെ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സർവേ ഉദ്യോഗസ്ഥന്മാര് ആ പള്ളി കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. എതിർകക്ഷിക്ക് ഒരു നോട്ടീസ് അയച്ചുകൊണ്ട് എന്താണ് നിജസ്ഥിതി എന്ന് അന്വേഷിക്കാൻ പോലുമുള്ള നമ്മുടെ രാജ്യത്തിന്റെ നീതിയിലെ ഭരണ കോടതികൾ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും പാലിക്കാതെ ഒരു നോട്ടീസ് അയച്ചിട്ട് അവിടെ സർവേ കാളവിടുന്നു. അവിടെ അങ്ങനെ നടത്തിയ സർവേയിൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വരുമ്പോ പിറ്റേ ദിവസം ഞായറാഴ്ച വീണ്ടും അവിടെ പോലീസിന്റെയും മറ്റ് സംഘപരിവാരത്തിന്റെ പ്രവർത്തകരുടെ കൂടി അകമ്പടിയോടുകൂടി അവിടെ പ്രവേശിക്കുകയും അങ്ങനെ അവിടെ ഏറ്റുമുട്ടലുകളിലും പോലീസിന്റെ ആക്രമണങ്ങളില് 6ഓളം മുസ്ലിം യുവാക്കൾ രക്തസാക്ഷികളാവുകയും ചെയ്തപ്പോ തികച്ചും അന്യായമായി നടന്ന ഒരു സംഭവത്തിനെതിരെ ഇന്ത്യയിലെ ഏതെങ്കിലും മതേതര രാഷ്ട്രീയ പാർട്ടികള് കമാന്നൊരക്ഷരം ഉരിയാടതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ശബ്ദിക്കാൻ കഴിയില്ല. കാരണം എന്താ? നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 100 വർഷമായിട്ട് RSSന്റെ നേതൃത്വത്തില് സംഘപരിവാരം രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട്. ഇസ്ലാമോഫോബിക്കായിട്ടുള്ള, ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള, ഇസ്ലാമിനെ ഭയപ്പെടുന്ന രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതില് സംഘപരിവാരം വിജയിച്ചിരിക്കുന്നു. ആ ഒരു ബോധം നമ്മുടെ രാജ്യത്തെ മതേതര പാർട്ടികൾ അടക്കമുള്ള ജനവിഭാഗങ്ങളെയും സ്വാധീനിച്ചിരിക്കുന്നു എന്നതിന്റെ നല്ല തെളിവാണ് 6ഓളം യുവാക്കൾ കൊല്ലപ്പെട്ടിട്ടും ഇരകളാക്കപ്പെട്ടിട്ടും അതിനെതിരെ കമാന്നൊരക്ഷരം ഉരിയാടാൻ ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാത്തത്. മറുവശത്ത് ഒരു പ്രത്യേക ജനവിഭാഗമാണ്. അവരാണെങ്കിൽ അവർ തീവ്രവാദികളായിരിക്കാം, ഭീകരവാദികളായിരിക്കാം, അവരെന്തെങ്കിലും ഒരു കലാപം നടത്തിയത് കൊണ്ടായിരിക്കാം അവിടെ കൊല്ലപ്പെട്ടത് എന്ന മുൻവിധിയോടുകൂടിയാണ് നമ്മുടെ രാജ്യത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. സംഭാൽ ജുമാ മസ്ജിദിനടുത്ത് 6ഓളം മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെടുകയും 4000-ലധികം ആളുകള് അവിടെ നിന്ന് അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരികയും 400-ലധികം സ്ത്രീ പുരുഷന്മാർ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ട് പോലും ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ആ പ്രദേശത്ത് മാത്രം ഉണ്ടായിട്ടും അതിനെതിരെ ശക്തമായൊരു പ്രതികരണം രാജ്യത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവാത്തത് RSS നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ഈ ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വിറക്കുകയും അതിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആരാധനാലയ സംരക്ഷണ നിയമത്തെ പോലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2021 RSSകാരനായ സംഘപരിവാര പ്രവർത്തകനായ അശ്വിനി കുമാർ ഉപാധ്യായ എന്ന് പറയുന്ന ഒരു RSS പ്രവർത്തകൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്, സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 1991 ആരാധനാലയ നിയമം പുനഃപരിശോധിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1991 പാർലമെന്റില് ആ നിയമം ചർച്ച ചെയ്ത് പാസാക്കിയപ്പോ അന്ന് BJP മാത്രമായിരുന്നു അത് ആ നിയമത്തെ എതിർത്തത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സുപ്രീം കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നു, ഇതിലൊരു അഭിപ്രായം പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ ഇതുവരെ ഇത് മറുപടി പറഞ്ഞിട്ടില്ല. അനുകൂലമായിട്ടുള്ള ഇത് പുനഃപരിശോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള 1991 ആരാധനാലയ നിയമം പുനഃപരിശോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയിലാണ് ഈ കുട്ടിക്കുരങ്ങന്മാരെന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് സംഭാലിലെ ഷാഹി മസ്ജിദിന് നേരെയും അതേപോലെ ഇന്ത്യയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിലുള്ള നിരവധിയായിട്ടുള്ള ആരാധനാലയങ്ങൾക്ക് നേരെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മൈസൂരിലെ ശ്രീരംഗപട്ടണത്തെ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ജമാ മസ്ജിദ് അടക്കം 36,000 പള്ളികള് ക്ഷേത്രം തകർത്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും അതുകൊണ്ട് ആ പള്ളികളൊക്കെ തന്നെയും തകർത്ത് ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് KS ഈശ്വരപ്പ എന്ന് പറയുന്ന കർണാടകയിലെ BJPയുടെ നേതാവ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബലഗാവി ബാപ്പട്ട് എന്ന് പറയുന്ന ഷാഹി മസ്ജിദ് അടക്കം 191 പള്ളികള് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ തകർത്തിട്ടാണ് നിർമ്മിച്ചത് എന്ന് അഭയ പാട്ടീൽ എന്ന് പറയുന്ന BJPയുടെ കർണാടകയിലെ MLA ആയിരുന്ന വ്യക്തി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദ് 7 നൂറ്റാണ്ടിലധികമായിട്ട് ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പള്ളി സരസ്വതി ക്ഷേത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ ഡൽഹിയിൽ മാത്രം 72ഓളം പള്ളികള് ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന അവകാശവാദവുമായിട്ട് സംഘ് പരിവാരത്തിന്റെ കൊലയാളികൾ രാജ്യത്താകമാനം കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിരവധിയായ പള്ളികൾ തകർക്കപ്പെട്ടത് റോഡ് വികസനത്തിന്റെ ഹൈവേ വികസനത്തിന്റെ പേരിലടക്കം പള്ളികൾ തകർക്കപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാജ്യത്ത് ഇത്തരം പള്ളികൾക്കെതിരെ, ആരാധനാലയങ്ങൾക്കെതിരെ, ഇത് കേവലമായിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ പള്ളികൾക്ക് നേരെ മാത്രമല്ല, ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ, അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിലടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലടക്കം നിരവധിയായ ചർച്ചുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നു കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ രാജ്യത്തെ മുഴുവൻ ആരാധനാലയങ്ങൾക്ക് നേരെയും അവകാശവാദം ഉന്നയിക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തില് ഈ ഗ്യാൻവ്യാപി മസ്ജിദില് സർവേ നടത്താനുള്ള ഉത്തരവ് നൽകിക്കൊണ്ട് ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ജസ്റ്റിസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു വശത്ത് ആരാധനാലയങ്ങൾക്കെതിരെ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്താകമാനം ഒരു വിഭാഗീയത, വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലെ അശാന്തിയും പരസ്പര വിശ്വാസമില്ലായ്മയും സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരം നിലനിർത്താനുള്ള ശ്രമമാണ് സംഘപരിവാരം രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ മറുവശം നമുക്ക് കാണാൻ കഴിയുന്നത് ബുൾഡോസർ രാജിന്റെ പേരില് രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പക്ഷേ ആ ബുൾഡോസർ രാജിനെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ മതേതര പാർട്ടികൾ ആരും തന്നെ അതിനെതിരെ പ്രതികരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എന്താ? മറുവശത്ത് നശിപ്പിക്കപ്പെടുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വീടുകളാണ്, അവരുടെ സ്ഥാപനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അതിനനുകൂലമായി നിന്നാൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ലഭിക്കാതെ പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മതേതര പാർട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1.5 ലക്ഷത്തിലധികം വീടുകൾ തകർക്കപ്പെട്ടപ്പോൾ 7.4 ലക്ഷത്തിലധികം ജനങ്ങള് വഴിയാധാരമായി പോയിട്ട് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും മതേതര പാർട്ടികള് അതിനെതിരെ ശക്തമായൊരു പ്രതികരണം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവില് ജനങ്ങൾ കോടതിയെ സമീപിച്ചപ്പോ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരേണ്ടി വന്നു. അങ്ങനെ ബുൾഡോസർ രാജ് നടപ്പിലാക്കുക സാധ്യമല്ല. ഇത് രാജ്യത്തൊരു നിയമമുണ്ട്, രാജ്യത്തൊരു നീതി വ്യവസ്ഥയുണ്ട്. ആ നീതി വ്യവസ്ഥയും നിയമവും പാലിച്ചുകൊണ്ട് മാത്രമേ ശിക്ഷ നടപ്പിലാക്കാൻ പാടുള്ളൂ. കളഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2011 പ്രിയദർശിനി ആവാസ് യോജന പദ്ധതിയില് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ തന്നെ നിർമ്മിച്ചു കൊടുത്ത വീടുകളാണ് ഈ തകർക്കപ്പെട്ട മുഴുവൻ വീടുകൾ എന്ന് പറയുമ്പോൾ ഇത് നിയമവിരുദ്ധമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണോ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കലാപത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നശിപ്പിക്കപ്പെട്ട ഈ വീടുകള് നൂഹ് പട്ടണത്തിൽ നിന്ന് എത്രമാത്രം അകലെയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 25 കിലോമീറ്റർ ദൂരമുള്ള നഗീന ഗ്രാമത്തിലെ വീടുകള്, 50 കിലോമീറ്റർ അകലെയുള്ള ഫിറോസ്പൂരിലുള്ള വീടുകള്, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പേരില് സംഘപരിവാരത്തിന്റെ ഒത്താശയോടുകൂടി പോലീസിന്റെ സാന്നിധ്യത്തില് ബുൾഡോസർ വെച്ച് തകർക്കപ്പെടുന്നു കളഞ്ഞത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് അനീതിക്കെതിരെ ശബ്ദിക്കാൻ രാജ്യത്തെ ജനങ്ങള് അനീതിയും അക്രമത്തിനും ഇരയാവുമ്പോ അവരെ മതം നോക്കി, ജാതി നോക്കി സമീപനം സ്വീകരിക്കുന്ന സമീപനമാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തെ മതേതര പാർട്ടികൾ പോലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുമ്പോ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ എടുത്തിരുന്ന നിലപാട് 2019 നവംബർ 9 മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുക എന്നുള്ളതാണ് നീതി എന്നായിരുന്നു. പക്ഷേ ഇപ്പൊ അതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം ഉരിയാടാൻ ആരും തയ്യാറാവുന്നില്ല. അതോടുകൂടി ആ വിധിയോടുകൂടി നീതിയെ കുഴിച്ചു മൂടുന്ന ഒരു സമീപനം സ്വീകരിക്കപ്പെട്ടിട്ട് രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ രാജ്യം കൊടുത്തൊരു കരാറ് പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിട്ട് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നവർക്ക് കൃത്യമായ ധാരണയും തോന്നലുമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അതിനുശേഷം ആ ബാബരി മസ്ജിദിന്റെ ഭൂമിയില് ക്ഷേത്ര നിർമ്മാണത്തിന് ഉത്തരവിട്ട ഒരു കോടതി വിധി വന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു വിധി കൂടി ഉണ്ടായിരുന്നു.
അവിടെ മുസ്ലിങ്ങൾക്ക് കൂടി അതിന്റെ മറ്റൊരു പ്രദേശത്ത് ഭൂമി കണ്ടെത്തി അവിടെ ഒരു പള്ളി നിർമ്മാണത്തിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് അതേ കോടതി വിധി പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട് ഉദ്ഘാടനവും കഴിഞ്ഞ് അവിടെ ജനങ്ങളിപ്പോ എത്രമാത്രം പോകുന്നുണ്ടെന്നൊക്കെയുള്ള മറ്റൊരു കാര്യമാണ്. കാരണം രാഷ്ട്രീയപരമായിട്ട് അനീതിയുടെ ഫാഷിസ്റ്റ് വിരുദ്ധ ദിനമായിട്ട് ആചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരാധനാലയ സംരക്ഷണ നിയമം അത് നടപ്പിലാക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടാനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഒരു അനീതിയെ നിരന്തരമായി ഓർത്തുകൊണ്ട് ഇനിയും നമ്മുടെ രാജ്യത്തിൽ അത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വഴിമരുന്നിടാൻ കഴിയാത്ത വിധം നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്. മാത്രവുമല്ല, ഫാഷിസ്റ്റുകൾക്ക് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ, ഫാഷിസത്തിന്റെ കോമ്പല്ലുകളെ പിടിച്ചു നിർത്താൻ രാജ്യത്തെ മുഴുവൻ മതേതര വിശ്വാസികളും ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ നിലപാടിന് ഈ രാജ്യത്തെ കേരളത്തിലെ വയനാട് ജില്ലയിലെ മാനന്തവാടിയിലെ മുഴുവൻ ജനവിഭാഗത്തിന്റെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി.